നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാസി സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൊല്ലം ജില്ലയിലെ ആറുവരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും ഇനി നീണ്ടുപോകാനാണ് സാധ്യതയുള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പുതിയ വാർത്തകളൊക്കെ വരുന്നത് 4 ഇടത്തായിട്ട് തന്നെ പൊളിച്ച് പണിയാൻ പോവുകയാണ്. ഓൾറെഡി ഒരിടത്ത് പൊളിഞ്ഞു വീണ് കിടക്കുകയാണ് കൊല്ലം മൈലക്കാട് ഭാഗത്ത്. നമ്മളിപ്പം ഉള്ളത് ചാത്തന്നൂർ ഭാഗത്തായിട്ടാണ് ഉള്ളത്. ചാത്തന്നൂരിൽ നിന്ന് മേവറം വരെയുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചാത്തന്നൂരിലെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇപ്പം അപ്രോച്ച് റോഡും പിന്നെ ഫ്ലൈ ഓവർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെയാണ് ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നടക്കാനുള്ളത്. ഇവിടെ കുറേയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. ടാറിങ് വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 4 ഇടത്തായിട്ടാണ് ഇനി പൊളിച്ച് പണിയാൻ പോകുന്നത്. ഓൾറെഡി ഒരിടത്ത് പൊളിഞ്ഞ് കിടക്കുകയാണ് മൈലക്കാട് ഭാഗത്തായിട്ട്. അവിടെ വയഡക്റ്റിൻ്റെ നിർമ്മാണമായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ കൊട്ടിയം ഭാഗത്ത് നിലവിലെ അണ്ടർപാസിൻ്റെ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് നിന്ന് 700 മീറ്ററോളം നീളത്തിൽ ഫ്ലൈ ഓവർ വീണ്ടും നിർമ്മിക്കും. അപ്പം 350 മീറ്റർ വടക്കോട്ട് പറക്കുളം ഭാഗത്തോട്ടും 350 മീറ്റർ തെക്കോട്ട് മംഗല്യ ആഡിറ്റോറിയത്തിൻ്റെ അടുത്ത് വരെയായിരിക്കും ഉള്ളത്. പിന്നെ ഉള്ള 2 സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മേവറം ഭാഗത്തായിട്ടാണ്. അവിടെയും വയഡക്റ്റിൻ്റെ നിർമ്മാണമാണ്. പിന്നെ അയത്തിൽ ജംഗ്ഷനിലും അവിടെയും വയഡക്റ്റിൻ്റെ നിർമ്മാണമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ വാർത്ത നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പം പുതിയതായിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് NHAയുടെ ഓഫീസിൽ നിന്നും ഡൽഹിയിലെ കേന്ദ്ര ഓഫീസിലോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് കറങ്ങി തിരിഞ്ഞൊക്കെ വന്നിട്ട് വേണം പണിയൊക്കെ തുടങ്ങാൻ. അപ്പോൾ നമ്മളിപ്പം ചാത്തന്നൂർ കഴിഞ്ഞ് നേരെ ഇപ്പം എത്തിയിരിക്കുന്നത് തിരുമുക്ക് ഭാഗത്തെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ 2ാമത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതിയോളം കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ടുള്ള പണി കുറച്ച് നാളിന് മുമ്പേ കഴിഞ്ഞതുപോലൊക്കെ തന്നെയുള്ള പണികളാണ്. ഇനി ക്രാഷ് ബാരിയർ ഇടയ്ക്കായിട്ട് വരുന്ന മീഡിയൻ വരുന്ന ഭാഗത്തായിട്ടുള്ള ക്രാഷ് ബാരിയറുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ച് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നേരെ ഇനി വരുന്നത് നമ്മൾ തിരുമുക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഇത്തിക്കര പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അവിടെ മുമ്പ് കണ്ടതുപോലൊക്കെ തന്നെയാണ്. ഇത്തിക്കര പാലം കഴിഞ്ഞിട്ടാണ് പിന്നെ ചെറിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടെ വലത്തേ സൈഡിലായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആ ഒരു കുന്നിൻ്റെ ഭാഗത്ത് ആ ഒരു സൈഡിലായിട്ട് തന്നെ റിട്ടൈനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. മണ്ണിട്ട് പിന്നെ കുറച്ച് GSB ഒക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് കറക്റ്റ് ഈ റോഡ് വരുന്നതിൻ്റെ നടുക്കായിട്ട് തന്നെയാണ് ശിവാലയുടെ പ്ലാന്റ് ഉള്ളത്. ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശ രൂപത്തിലായിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി പ്ലാന്റ് പൊളിച്ച് കളയത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴെങ്ങും പ്ലാന്റ് പൊളിച്ച് കളയാനുള്ള സാധ്യതയില്ല. കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി മറ്റിടത്തെല്ലാം പണിയൊക്കെ ഇനി മൈലക്കാടും കൊട്ടിയത്തും മേവറത്തും അയത്തിലും ഒക്കെ ഇനി പണി കിടക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഇപ്പോഴെങ്ങും ഈ ഒരു ഭാഗത്തെ ഈ ഒരു പ്ലാന്റ് നീക്കം ചെയ്തിട്ടുള്ള പരിപാടിയൊന്നും നടക്കത്തില്ല. അത് കഴിഞ്ഞ് എത്തിക്കര പാലം കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് ആ ഒരു മണ്ണ് മാറ്റിയിട്ടിരിക്കുന്ന ഭാഗത്തായിട്ടാണ് അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി തുടങ്ങിയിരിക്കുന്നത്. അത്യാവശ്യം ഒരു കാർ പോകത്തക്ക രീതിയിലുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കണം അവിടെ തുടങ്ങാൻ പോകുന്നത്. അത്രത്തോളം വീതിയിലാണ് അവിടുന്ന് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇത്തിക്കര പാലം കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ മൈലക്കാട് ഭാഗത്തായിട്ട്. അപ്പോൾ മൈലക്കാട് നമ്മൾ കുറേ നാളിന് മുമ്പാണ് ആ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഭാഗം കാണിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് വെച്ച് നമ്മൾ ഇത്തിക്കര പാലത്തിൻ്റെ അടുത്തുനിന്ന് മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്ത് 2ാമത്തെ ലെയർ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല ലൈൻ മാർക്കിംഗ് പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. ഇപ്പം ഇടതുഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടിയാണ് ഈ ഒരു ഭാഗത്തെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലം ഡയറക്ഷനിലോട്ട്. വലതുഭാഗത്ത് സർവീസ് റോഡിൽ നിന്നും തിരുവനന്തപുരം ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങൾ വലതുഭാഗത്തോട്ടാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി ഈ നമ്മളിപ്പം മൈലക്കാട് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. പൊളിഞ്ഞു വീണ് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടുന്ന് കുറേ മണ്ണ് നീക്കം ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പണിയൊരു ഘട്ടത്തിലായിട്ട് എത്തി നിന്നയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാം കൂടെ പൊളിഞ്ഞു വീഴുകയായിരുന്നു. അപ്പം വേണ്ടത്ര പഠനം നടത്താതെയായിരുന്നു ഈ ഒരു ആറിവാൾ പാനലൊക്കെ വെച്ചിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ഉള്ളോട്ട് കയറ്റി സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് വാഹനങ്ങൾ തിരുവനന്തപുരം ഡയറക്ഷനിലോട്ട് പോകുന്ന വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നിലവിലിപ്പം മൈലക്കാട് ഭാഗത്തെ കാഴ്ചകൾ. നമ്മളിപ്പോൾ ഇനി നേരെ വരുന്നത് സിത്താര ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത്.
ഇപ്പോൾ സിത്താര ജംഗ്ഷൻ ഭാഗത്ത് നിന്ന് പിന്നെ കൊട്ടിയം ഭാഗത്തോട്ട് ഏകദേശം പണികളൊക്കെ അത്യാവശ്യം നല്ലോണം പുരോഗമിച്ചുകൊണ്ടിരുന്നതാണ്. പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറിവാൾ ബ്ലോക്ക് വെച്ചിരിക്കുന്ന പരിപാടി, അത് പല സ്ഥലത്തും പൊടിഞ്ഞു വീഴുന്നു, ഇളകി വീഴുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് നാട്ടുകാർ മൊത്തം ഇളകി സമരവും എല്ലാം ഉണ്ടായത്. അപ്പം അതിന് മുമ്പേ തന്നെ ഈ പണിയൊക്കെ നടന്ന് കുറച്ച് നാളിന് ശേഷം തന്നെ പറഞ്ഞിട്ടുള്ളതായിരുന്നു കൂടുതൽ നീളത്തിലായിട്ട് തന്നെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണമൊക്കെ വേണമെന്നുള്ളതൊക്കെ പലരും ഉന്നയിച്ചതാണ്. അപ്പം അത് ചെവിക്കൊള്ളാതെ തന്നെ ഇത്രത്തോളം പണി കഴിഞ്ഞ് ഇത്രത്തോളം നഷ്ടമായി, വീണ്ടും പണി തുടങ്ങി, വീണ്ടും സമയനഷ്ടവും പണം നഷ്ടവും ഒക്കെയാണ്. നമുക്കിപ്പം വലത്തേ സൈഡിലായിട്ടാണ് ഈ ഒരു മംഗല്യ ഓഡിറ്റോറിയം വരുന്നത്. ഇപ്പോൾ വലത്തേ സൈഡിലായിട്ട് കാണാൻ പറ്റും, അത് മംഗല്യ ഓഡിറ്റോറിയം ആണെന്ന് തോന്നുന്നു. ആ ഒരു ഭാഗം വരെയാണ് ഇങ്ങോട്ട് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീട്ടാൻ പോകുന്നത്. അത് കഴിഞ്ഞേച്ച് നമ്മൾ കൊട്ടിയം കഴിഞ്ഞേച്ച് 350 മീറ്റർ അങ്ങോട്ട് വടക്കോട്ട് ഉമയനല്ലൂർ ഭാഗത്തോട്ട് 350 മീറ്ററോളം പറക്കുളം വരെയും ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോവുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഈ റിപ്പോർട്ടൊക്കെ പോയിട്ട് തിരിച്ച് വരണം. ഇവിടെ വരെ ലൈൻ മാർക്കൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ടാറിങ് വർക്കുകളും കുറേയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞ് കടന്നിരുന്നതാണ്. എത്രത്തോളം പണി നടന്നതാണെന്നറിയാം. എത്രത്തോളം ഹൈറ്റിലായിട്ട് മണ്ണിട്ടുയർത്തി കഴിഞ്ഞ ഒരു പണിയാണ് ഈ ഒരു ഘട്ടത്തിലൂടെ എത്തി നിൽക്കുന്നത്. ഞാനിവിടെ വരുമ്പം കൊട്ടിയം ഭാഗത്തായിട്ട് എത്തുമ്പം ഒരുപാട് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം അവിടെ കുറേ ഇടത്തേ സൈഡിൽ സർവീസ് റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അവിടെ തൊഴിലാളികൾ, ഇവിടെ ശിവാലയുടെ കുറേ എൻജിനീയർമാരെ ആൾക്കാരെയൊക്കെ എനിക്ക് തോന്നിക്കുന്ന അവിടെ ചറഞ്ഞു നിർത്തി അവിടെ സംസാരമൊക്കെ നടക്കുകയാണ് ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതൊന്നും നമ്മളവിടെ നിർത്തിയില്ല, നേരെ അങ്ങ് വിട്ടുപോരും. നമ്മുടെ ഡ്രോൺ മുകളിലായതുകൊണ്ട് തന്നെ അവിടെ നിർത്താനുള്ള സമയമില്ലായിരുന്നു. ഒന്നാമത് കൊട്ടിയം ഭാഗത്തായിട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോ എടുത്ത ദിവസം 4/1/2026 സൺഡേ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എടുത്തതാണ്. കല്യാണമുള്ള ദിവസമാണ്. ഞങ്ങൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്ത് ഇടത്തേ സൈഡിൽ എനിക്ക് തോന്നിക്കുന്നത് കല്യാണമുള്ള സ്ഥലമായിരുന്നു. അവിടെ മൊത്തം ബ്ലോക്ക് ആയിട്ടുണ്ട്. ഞാനിവിടെ കുറേ നേരം ഡ്രോൺ അവിടെ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാനിപ്പം വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരെ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം പണിയുടെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെയും ആറിവാൾ ബ്ലോക്കിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും ഗ്യാപ്പ് ഉണ്ടായിട്ട് അവിടെ പല സാധനങ്ങളുമൊക്കെ കുത്തിക്കയറ്റി വെച്ചിട്ടുള്ള വീഡിയോ പല സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നേരെ ഇനി മുമ്പോട്ട് പോവുകയാണ്. ഇനി ഇവിടെ മൊത്തം പൊളിച്ച് മാറ്റിക്കളയും. നമ്മൾ പറക്കുളം ഭാഗത്തായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇടത്തേ സൈഡിലായിട്ട് ടൊയോട്ടയുടെ ഒരു ഷോറൂം വരുന്നുണ്ട്. അവിടെ വരെ ആയിരിക്കും ഇനി ഇങ്ങോട്ടുള്ള ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ല, ഉമയനല്ലൂരിലെ കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മേവറം ഭാഗത്തോട്ട് വരുമ്പോൾ പിന്നെ അവിടെ ഇനി പണി നടക്കേണ്ടത് വയഡക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. ഇവിടെ വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലത്തേ സൈഡിലായിട്ട് തന്നെ ഒരു റോഡ് വൃത്തിയാക്കിയിട്ട് അവിടെ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കാണാൻ പറ്റും. പിന്നെ ഇവിടെ തന്നെ സ്ട്രീറ്റ് ലൈറ്റും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിനി നേരെ പറക്കുളം ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞേച്ച് നേരെ ഇനി പട്ടരമുക്ക് കഴിഞ്ഞേച്ച് നേരെ ഉമയനല്ലൂർ ഭാഗത്തോട്ടാണ് വരുന്നത്. അത്യാവശ്യം കുറേ കൂടിയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. പണി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുഭാഗത്തായിട്ടാണ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഉമയനല്ലൂർ ഭാഗത്തോട്ട് വരുമ്പം ഈ ഒരു ഏരിയയിൽ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നത്. അവരുടെ ഒരു ബാരിക്കേഡ്, ഇരുമ്പിൻ്റെ ഷീറ്റിൻ്റെ ബാരിക്കേഡൊക്കെ ഇവിടെ തന്നെ ഇപ്പോഴും റോഡിൽ വെച്ചിട്ടുണ്ട്. സർവീസ് റോഡിൽ കൂടിയാണ് ഇവിടെയും നമുക്ക് ഉമയനല്ലൂർ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് വരെ രണ്ട് സൈഡിലെയും റോഡിൽ കൂടിയാണ് തിരുവനന്തപുരം ഡയറക്ഷനിലോട്ടും കൊല്ലം ഡയറക്ഷനിലോട്ടും ഒക്കെ വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ നേരെ ഉമയനല്ലൂർ ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉമയനല്ലൂരിൽ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെയൊക്കെ ലൈൻ മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കുറേ നാൾ മുമ്പേ ലൈൻ മാർക്ക് കഴിഞ്ഞേച്ച് ഒരുപാട് വണ്ടികൾ ഓടിയതിന് ശേഷമാണെന്ന് തോന്നുന്നു നമ്മളിപ്പം വരുന്നത്. ആ ഒരു കാരണം കൊണ്ട് ലൈൻ മാർക്കിനൊന്നും ഒരു തെളിച്ചില്ലാതെ കിടക്കുന്നുണ്ട്. പിന്നെ നേരെ ഇനി മുമ്പോട്ട് വരുമ്പം അണ്ടർപാസിൻ്റെ നേരെ മുകളിലായിട്ട് 3 സൈഡിലും, അതായത് ക്രാഷ് ബാരിയർ വരുന്ന 3 ഭാഗത്തും, ഇടത്തേ സൈഡിലും വലത്തേ സൈഡിലും നടുക്ക് ഭാഗത്തും കോൺക്രീറ്റ് ചെയ്യാനായിട്ട് ബാക്കി കാണാനുണ്ട്. അത് ഇനി പൂർത്തിയാക്കേണ്ട പരിപാടി ഇനി ബാക്കിയാണ്. അത് കഴിഞ്ഞേച്ച് നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ്. നമ്മുടെ മേവറം ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മേവറം ഭാഗത്തോട്ട് ഇവിടുന്ന് പിന്നെ നേരെ അങ്ങോട്ട് പണി ഏകദേശമൊക്കെ പൂർണ്ണമായി കഴിഞ്ഞ് കിടക്കുകയാണ്. ആറുവരിപ്പാതയുടെയൊക്കെ ലൈൻ മാർക്കിംഗ് ഒക്കെ കുറേയൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മേവറം ഭാഗത്ത് വയഡക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം തുടങ്ങേണ്ടത്. അപ്പോൾ അവിടെ നിലവിലിപ്പം മേവറം ഭാഗത്തായിട്ട് നമ്മൾ കൊല്ലം ബൈപ്പാസിലോട്ട് കയറുന്ന ഭാഗത്തെ ഒരു അണ്ടർപാസിൻ്റെ അടുത്തായിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് കുറേയധികം മണ്ണിട്ട്
ഉയർത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന് തൊട്ട് മുമ്പിലത്തെ വീഡിയോ മേവറം മുതൽ കാവനാട് വരെയുള്ള കൊല്ലം ബൈപ്പാസിലെ അപ്ഡേറ്റ് ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയ സമയത്ത് നമ്മൾ കാണിച്ചിട്ടുള്ളതായിരുന്നു. അന്നേരം മണ്ണൊക്കെയിട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പം ഇത്രയും മണ്ണടിച്ച് നികത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഇത്രയും മണ്ണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നീക്കം ചെയ്യണം, ഈ 4 നിന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ നിലവിലെ പുതിയ വാർത്തകൾ. അതായത് ചാത്തന്നൂർ മുതൽ മേവറം വരെയുള്ള പുതിയ കാഴ്ചകൾ ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇരുവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ വീഡിയോ ആണ് ഇനി വരാൻ പോകുന്നത്. അതും കൂടെ എടുത്തിട്ടുണ്ട്. ഓപ്പൺ ആക്കിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത്. നമ്മളിവിടെ നിന്നും നേരെ ലെഫ്റ്റ് കാണുന്ന റോഡ് നേരെ കയറി പള്ളിമുക്കിൽ നിന്നും നേരെ ലെഫ്റ്റ് എടുത്ത് ഇരുവിപുരം ഭാഗത്തോട്ട് പോകുമ്പം കാവൽപ്പുര റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കാവൽപ്പുര ജംഗ്ഷൻ ഭാഗത്തോട്ടുള്ള കാഴ്ചകളാണ്. ഇരുവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെയും ലൈൻ മാർക്കിംഗ് ഒക്കെ ബാക്കിയുണ്ട്. സർവീസ് റോഡ് വരുന്ന താഴത്തെ റോഡ് വരുന്ന ഭാഗത്തേക്ക് കുറേ കൂടി പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പം റോഡ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്നപ്പം റോഡ് ഓപ്പൺ ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇലക്ഷന് മുമ്പ് കുറച്ച് ദിവസം ഓപ്പൺ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് വീണ്ടും ക്ലോസ് ചെയ്തു. ഇപ്പം നിലവിലിപ്പോൾ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ബസ്, കാറ് അങ്ങനെ വേണ്ട പല പല വാഹനങ്ങളും ഇപ്പം ഇതിൻ്റെ മുകളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഏറെ കാലത്തിന് ശേഷമാണ്, ഏകദേശം ഒരു 5 വർഷത്തോളം ആയിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി അവസാനിച്ചിട്ട്. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇരുവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഓപ്പണാക്കി കൊടുത്ത് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ്. ചാത്തന്നൂർ മുതൽ മേവറം വരെയും ഇരുവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെയും അപ്ഡേറ്റ്. ഇനി നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും ഒക്കെയാണ് ഇനി വരേണ്ടത്. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. വീഡിയോ തുടങ്ങിയ സമയത്ത് പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കണമെന്നുള്ളത്. അത് ലാസ്റ്റ് ഘട്ടത്തിലാണ് ഓർത്തത്. കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ ചാത്തന്നൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ള മേവറം വരെയുള്ള വീഡിയോ എടുത്തത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.